വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് BCG മെട്രിക്സ്. എല്ലാ എക്സാമുകൾക്കും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ്. നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ BCG മെട്രിക്സുമായി ബന്ധപ്പെട്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. BCG മെട്രിക്സിന്റെ ഫുൾ ഫോം ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ് ബിസിനസ് മെട്രിക്സ് എന്നാണ്. BCG മെട്രിക്സിന്റെ ഫുൾ ഫോം ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ് ബിസിനസ് മെട്രിക്സ് എന്നാണ്. 1970-ലാണ് BCG മെട്രിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ബ്രൂസ് ഡി ഹെൻഡേഴ്സൺ ആണ് BCG മെട്രിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ബ്രൂസ് ഡി ഹെൻഡേഴ്സൺ ആണ് BCG മെട്രിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് മാർക്കറ്റ് ഗ്രോത്തിനെയും മാർക്കറ്റ് ഷെയറിന്റെയും ബേസിലാണ്. BCG മെട്രിക്സ് മാർക്കറ്റ് ഗ്രോത്ത് റേറ്റിന്റെയും മാർക്കറ്റ് ഷെയറിന്റെയും ബേസിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളിൽ ഏതെല്ലാം പ്രൊഡക്റ്റുകളിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്? ഏതെല്ലാം പ്രൊഡക്റ്റുകൾക്ക് വേണ്ടിയാണ് കൂടുതൽ ഫണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്? ഏതെല്ലാം പ്രൊഡക്റ്റുകൾക്ക് വേണ്ടിയാണ് പുതിയ സ്ട്രാറ്റജീസും പ്ലാനിങ്ങും കൊണ്ടുവരേണ്ടത്? ഇത്തരം കാര്യങ്ങളിൽ ബിസിനസ്സിനെ ഒരു ഡിസിഷൻ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെട്രിക്സ് ആണ് BCG മെട്രിക്സ്. BCG മെട്രിക്സ് കംപ്ലീറ്റ്ലി ബേസ് ചെയ്തിട്ടുള്ളത് മാർക്കറ്റ് ഷെയറിന്റെയും മാർക്കറ്റ് ഗ്രോത്ത് റേറ്റിന്റെയും ബേസിലാണ്. ഓക്കെ, മാർക്കറ്റ് ഷെയറിന്റെയും മാർക്കറ്റ് ഗ്രോത്ത് റേറ്റിന്റെയും ബേസിലാണ് BCG മെട്രിക്സ് ഫോം ചെയ്തിട്ടുള്ളത്. BCG മെട്രിക്സിന്റെ എക്സ് ആക്സിസിൽ മാർക്കറ്റ് ഷെയറും വൈ ആക്സിസിൽ റിലേറ്റീവ് മാർക്കറ്റ് ഗ്രോത്തും ആണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. BCG മെട്രിക്സ് പ്രകാരം നമ്മുടെ മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റിനെ 4 കാറ്റഗറീസ് ആയിട്ട് തരംതിരിക്കാൻ വേണ്ടി പറ്റും. സ്റ്റാർ, ക്വസ്റ്റ്യൻ മാർക്ക്, കൗ, ഡോഗ്. ഓക്കെ, ഹൈ മാർക്കറ്റ് ഷെയറും ഹൈ ഗ്രോത്ത് റേറ്റും ഉള്ള ഒരു പ്രൊഡക്റ്റിനെ നമുക്ക് സ്റ്റാർ കാറ്റഗറിയിൽ ഉള്ള പ്രൊഡക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. ഹൈ മാർക്കറ്റ് ഷെയറും ഹൈ ഗ്രോത്ത് റേറ്റും ഉള്ള ഒരു പ്രൊഡക്റ്റിനെ നമുക്ക് സ്റ്റാർ കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. ഇനി മാർക്കറ്റ് ഷെയർ ലോ ആണ്, മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ് ഹൈയും ആയ പ്രൊഡക്റ്റുകളെ നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, മാർക്കറ്റ് ഷെയർ ലോയും മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ് ഹൈയും ആയാൽ നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. ഇനി മാർക്കറ്റ് ഷെയർ ഹൈയും മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ് ലോയുമായ പ്രൊഡക്റ്റുകളെ നമുക്ക് എന്താണ് കൗ കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. ഇനി മാർക്കറ്റ് ഷെയറും മാർക്കറ്റ് ഗ്രോത്ത് റേറ്റും ലോ ആയ പ്രൊഡക്റ്റുകളെ നമുക്ക് ഡോഗ് കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റ് ആണെന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്തരത്തില് പ്രൊഡക്റ്റിനെ ക്ലാസിഫിക്കേഷൻ നടത്തിയതിന് ശേഷമാണ് ഏതെല്ലാം പ്രൊഡക്റ്റുകളിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഏതെല്ലാം പ്രൊഡക്റ്റുകൾക്കാണ് കൂടുതൽ ഫണ്ട് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളിൽ ഒരു ബിസിനസ് സ്ഥാപനം ഒരു BCG മെട്രിക്സ് ഉപയോഗിച്ച് ഒരു തീരുമാനത്തിൽ എത്തുന്നത്. ഓക്കെ.